ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ടൈം 5 മണിയായി. 5 മണിക്ക് എണീറ്റു. നമ്മൾ ഗുരുവായൂർ പോവുകയാണ്. ഗുരുവായൂർ ടു എറണാകുളം. അപ്പോൾ അച്ഛനാട്ടോ കൊണ്ടാക്കി തരാൻ പോണത്. ഇനി നമ്മൾ യാത്ര കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. മമ്മിയോടെ എത്തിയപ്പോൾ അത്യാവശ്യം ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്നൊരു ഒരു മണിക്കൂറേ ഉള്ളൂ. 1 മണിക്കൂറൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കാരണം റോഡ് മോശമായതുകൊണ്ട് അത്യാവശ്യം ടൈം എടുക്കും. 6:50 ട്രെയിൻ ഉണ്ടായിരുന്നത്. ടിക്കറ്റ് എടുത്തു. വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിന് പോകാൻ അങ്ങോട്ട് തുടങ്ങി. നല്ല ജേർണിയായിരുന്നു. കാരണം രാവിലെ നേരത്തെ പോവുകയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടില്ല. കാരണം ഉറക്കട്ട് റെഡി ആയിട്ടില്ല. പിന്നെ ഫോണിലൊക്കെ കണ്ട് നോക്കിയിരിക്കുമ്പോഴത്തേക്കും തൃശ്ശൂരെത്തി. ഞാൻ ചോദിക്കും എന്താ ഇത് സൂപ്പർ ഫാസ്റ്റ് ആവുന്നു. ചില ട്രെയിൻ വെച്ചിങ്ങനെ മെല്ലെ എറുമ്പരിക്കണ മാതിരിയായിട്ട് പോവുക. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഫാസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സൗത്തിലിറങ്ങി. സൗത്തിൽ നിന്ന് കുറച്ചേ ഉള്ളൂ എൻ്റെ ഹോസ്റ്റലിലേക്ക്. ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് പോകാനുള്ള കാരണം കുറച്ച് സാധനങ്ങൾ എൻ്റെ റൂമിൽ കൊണ്ട് വെച്ചില്ലെങ്കിൽ എൻ്റെ ബെഡ് പോകും പറഞ്ഞു. കാരണം എൻ്റെ ബെഡ് ഞാൻ പറഞ്ഞത് വിൻഡോയുടെ അടുത്തുള്ളൊരു ബെഡാണ്. അപ്പോൾ സാധനങ്ങൾ കൊണ്ടുവച്ചില്ലെങ്കിൽ ബെഡ് പോകും പറഞ്ഞു. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ക്ലാസ്സിന് പോണത്. സോ നമ്മൾ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഞാൻ പറഞ്ഞ വിൻഡോ ആ റൂമിലേക്ക് എനിക്ക് വേണം ബെഡ്. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ബെഡ് മാത്രം ഞാൻ കൊണ്ട് അവിടെ ഇട്ടു. ഇനി അവിടെ ആരും വന്ന് കിടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഹോസ്റ്റൽ. അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എനിക്ക്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. പിന്നെ മനസ്സിലായത് ഹോസ്റ്റലിന് 2 അടി നടക്കാനേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. വെറുതെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോയി. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ നമ്മൾ ഫുഡല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. വീണ്ടും നമ്മൾ റിട്ടേൺ 10:25 തോന്നുന്നു പട്ടാമ്പിക്ക് തിരിച്ച് ട്രെയിൻ ഉണ്ടായിരുന്നത്. അതിലാണ്ട് കയറി. ഇത് ലക്ഷദ്വീപോ മംഗലാപുരം എക്സ്പ്രസ് ആണ്. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ എത്തി. പട്ടാമ്പി ഹോട്ടലിൽ എത്തിയപ്പോൾ ഫ്രൈഡ് റൈസ് വിത്ത് ബിരിയാണി കഴിച്ചു. സ്വന്തം നാട്ടിലേക്ക് എത്തിയപ്പോൾ എൻ്റെ ഒരു സമാധാനം. അവിടെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ കയറി വീട്ടിലെത്തിയപ്പോഴാണ് ഓൺലൈനിൽ സാധനം വന്നിട്ടുണ്ടായിരുന്നത്. GPay ആണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ബ്രേസ്ലെറ്റാണ്. നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.